ഹായ്, എല്ലാവർക്കും ട്യൂഷൻ അക്കാദമി സ്റ്റൈൽ PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രേസൽ വേർബ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, PSC എക്സാമുകളിൽ ചിലർക്കെങ്കിലും വില്ലനായി വരുന്ന ഒരു ഏരിയയാണ് ഫ്രേസൽ വേർബ്സ്. വൊക്കാബുലറി ഏരിയയിൽ മാർക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ കൂടുതലും മാർക്ക് നഷ്ടപ്പെടുന്നത് ഈ ഫ്രേസൽ വേർബ്സിൻ്റെ ഏരിയയിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, വീഡിയോ എന്ത് ചെയ്യാം, ഫുള്ളായിട്ടൊന്ന് കാണാം, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ്, എക്സാമ്പിൾസോട് കൂടിയിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് കണ്ടാൽ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യില്ല, ഈ ഫ്രേസൽ വേർബ്സ് മറക്കില്ല. ഓക്കെ, നമുക്ക് തുടങ്ങാം. കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? റദ്ദാക്കുക. കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ടു ക്യാൻസൽ, റദ്ദാക്കുക. ദ മാച്ച് വാസ് കോൾഡ് ഓഫ് ഡ്യൂ ടു റെയിൻ. ഓക്കെ, ദ മാച്ച് വാസ് കോൾഡ് ഓഫ് ഡ്യൂ ടു റെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? മാച്ച് ക്യാൻസലാക്കിയായിരുന്നു. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു റെയിൻ, മഴ കാരണം. ഓക്കെ, മനസ്സിലായില്ലേ? കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ടു ക്യാൻസൽ. ഇനി പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റി വെക്കുക, ടു പോസ്റ്റ് പോൺ. എക്സാമ്പിൾ എന്താണ്? ഡോണ്ട് പുട്ട് ഓഫ് അണ്ടിൽ ടുമാറോ, വാട്ട് യു ക്യാൻ ഡു ടുഡേ. ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്യാം, നാളത്തേക്ക് അത് മാറ്റി വെക്കാതിരിക്കുക, അല്ലേ? ഇന്ന് ചെയ്യാനുള്ള കാര്യം ഇന്ന് തന്നെ ചെയ്യാം, നാളത്തേക്ക് അത് മാറ്റി വെക്കാതിരിക്കുക. അതാണ് പുട്ട് ഓഫ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റി വെക്കുക. പ്രൊക്രാസ്റ്റിനേറ്റ് ആണല്ലേ, മാറ്റി വെക്കുക. പ്രൊക്രാസ്റ്റിനേറ്റ്, അതായത് പ്രൊക്രാസ്റ്റിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നല്ല നാളെ, നാളല്ല മറ്റന്നാൾ, അങ്ങനെ പറഞ്ഞ് പോവാം. ഓക്കെ, ഇനി അടുത്തത് ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഉപേക്ഷിക്കുക. ടു സ്റ്റോപ്പ് ട്രൈങ്, ഉപേക്ഷിക്കുക. നെവർ ഗിവ് അപ്പ് ഓൺ യുവർ ഡ്രീംസ്. നിങ്ങളുടെ ഡ്രീംസ് എന്ത് ചെയ്യാൻ പാടില്ലടാ, ഒരിക്കലും നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. നെവർ ഗിവ് അപ്പ്. ഓക്കെ, ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? സംരക്ഷിക്കുക. ടു ടേക്ക് കെയർ ഓഫ്, എന്താണ്? ഷീ ലുക്സ് ആഫ്റ്റർ ഹെർ ഏജ്ഡ് പേരൻസ്. ഷീ ലുക്സ് ആഫ്റ്റർ ഹെർ ഏജ്ഡ് പേരൻസ്. പ്രായമായ പേരൻസിനെ അവൾ എന്ത് ചെയ്തു? സംരക്ഷിച്ചു. ഇനി അടുത്തത് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? തകരാറിലാകുക. ടു സ്റ്റോപ്പ് ഫങ്ഷനിങ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് റിലേഷൻഷിപ്പിൽ കേൾക്കുന്നൊരു കാര്യമാണ് ബ്രേക്ക് ഡൗൺ ആയി എന്നുള്ളത്, അല്ലേ? എന്താണ്? തകരാറിലാവുക. എക്സാമ്പിൾ എന്താണ്? അവർ കാർ ബ്രോക്ക് ഡൗൺ ഓൺ ദ വേ ടു ദി എക്സാമിന് പോകുന്ന വഴിയിൽ ഞങ്ങളുടെ കാർ എന്തായി? തകരാറിലായി. ഓക്കെ, ഈ ടേക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? സദൃശ്യം ഉണ്ടാവുക. ടു റിസംബിൾ. എക്സാമ്പിൾ ദ സൺ ടേക്സ് ആഫ്റ്റർ ഹിസ് ഫാദർ. ഇപ്പോൾ മക്കൾ ഒന്നെങ്കിൽ അച്ഛൻ്റെ മാതിരി അല്ലെങ്കിൽ അമ്മയുടെ പോലെ, അങ്ങനെ സാദൃശ്യം ഉണ്ടാവില്ലേ, ഒരേപോലെയാണ് എന്നൊക്കെ പറയത്തില്ലേ, അതാണ് ടേക്ക് ആഫ്റ്റർ, സാദൃശ്യം ഉണ്ടാവുക. ഇനി പുട്ടപ്പ് വിത്ത് എന്താ? പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ സഹിക്കുക. ഐ കനോട്ട് പുട്ടപ്പ് വിത്ത് ദിസ് നോയ്സ്. ശബ്ദം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഐ കനോട്ട് പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സഹിക്കുക. ഇനി ലുക്ക് ഇൻ ടു പറഞ്ഞാൽ എന്താ? അന്വേഷിക്കുക. ടു ഇൻവെസ്റ്റിഗേറ്റ് ആണ്. ലുക്ക് ഇൻ ടു പറഞ്ഞാൽ എന്താ? ടു ഇൻവെസ്റ്റിഗേറ്റ്. എക്സാമ്പിൾ എന്താ? ദ പോലീസ് ആർ ലുക്കിംഗ് ഇൻ ടു ദി കേസ്. പോലീസ് എന്താ ചെയ്യുന്നത്? അന്വേഷിക്കുകയാണ്, കേസ് അന്വേഷിക്കുകയാണല്ലേ. ലുക്ക് ഇൻ ടു പറഞ്ഞാൽ അന്വേഷിക്കുക. കീപ്പ് ഓൺ എന്ന് പറഞ്ഞാൽ തുടരുക. കീപ്പ് ഓൺ ഗോയിങ്. കീപ്പ് ഓൺ സ്റ്റഡിയിങ് ഫോർ ദ LDC എക്സാം. നിങ്ങൾ തുടരുകയല്ല, നിങ്ങളുടെ പഠനം നിങ്ങൾ എന്ത് ചെയ്യുക? LDC എക്സാമിനുള്ള പഠനം എന്ത് ചെയ്യുക? തുടരുക. ഇനി ഗോ ത്രൂ എന്ന് പറഞ്ഞാൽ എന്താ? പരിശോധിക്കുക, വായിക്കുക. ടു എക്സാമിൻ ഓർ റീഡ്. ഓക്കെ, എക്സാമ്പിൾ എന്താ? ഗോ ത്രൂ ദ റാങ്ക് ഫയൽ തറോലി. റാങ്ക് ഫയൽ എന്ത് ചെയ്യുക? പരിശോധിക്കുക. തറോ ആയിട്ട് എന്ത് ചെയ്യുക? പരിശോധിക്കുക, വായിക്കുക. ഓക്കെ, റാങ്ക് ഫയലിന് നമ്മൾ പരിശോധിക്കുക എന്ന് പറയുന്നതിനേക്കാൾ ആപ്റ്റ് വായിക്കുക എന്നാണ്. ഈ ഗോ ത്രൂ എന്നുള്ളതിന് രണ്ട് അർത്ഥമുണ്ട്. എന്താണ്? പരിശോധിക്കുക, വായിക്കുക എന്നുണ്ട്. ഇവിടെ ഗോ ത്രൂ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? റീഡ് ചെയ്യുക, വായിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഈ സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? യാത്ര തുടങ്ങുക. ടു സ്റ്റാർട്ട് എ ജേർണി. ദേ സെറ്റ് ഔട്ട് ഏർലി ഇൻ ദ മോർണിംഗ്. അവർ യാത്ര തുടങ്ങി. ഏർലി ഇൻ ദ മോർണിംഗ്, രാവിലെ നേരത്തെ തന്നെ അവർ യാത്ര തുടങ്ങി. സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? യാത്ര തുടങ്ങുക. ഇനി വേറെ സമയത്തേക്ക് വെക്കണ്ട, ഇപ്പം തന്നെ പഠിക്കുക കേട്ടോ.
ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ നിരസിക്കുക. ടു റിജക്റ്റ്. ദ കമ്മിറ്റി ടേൺഡ് ഡൗൺ ഹിസ് റിക്വസ്റ്റ്. ഓക്കെ, കമ്മിറ്റി എന്ത് ചെയ്ത് അവൻ്റെ റിക്വസ്റ്റ് എന്ത് ചെയ്തു? നിരസിക്കുക. ടേൺ ഡൗൺ, ടു റിജക്റ്റ്, നിരസിക്കുക. ഈ പാസ് അവേ എന്ന് പറഞ്ഞാൽ എന്താ? മരിക്കുക. നമ്മൾ കുറേ വാർത്തകളിലും ഒക്കെ കേൾക്കുന്നതാണല്ലേ പാസ് അവേ എന്നുള്ളത്. ടു ഡൈ ആണ് കേട്ടോ പാസ് അവേ. ഹിസ് ഗ്രാൻഡ് ഫാദർ പാസ്ഡ് അവേ ലാസ്റ്റ് നൈറ്റ്. ഓക്കെ, പാസ്ഡ് അവേ എന്ന് പറഞ്ഞാൽ എന്താ? മരിക്കുക. ബ്രിങ് അപ്പ്, വളർത്തുക. ടു റൈസ് ഓർ റിയർ. എക്സാമ്പിൾ എന്താ? ഹി വാസ് ബ്രോട്ട് അപ്പ് ഇൻ എ സ്മോൾ വില്ലേജ്. അവൻ വളർന്നത് എവിടെയായിരുന്നു? എ സ്മോൾ വില്ലേജ് ആണ്, ചെറിയ ഗ്രാമത്തിലായിരുന്നു. കോളോൺ എന്ന് പറഞ്ഞാൽ എന്താ? സന്ദർശിക്കുക. ടു വിസിറ്റ്. കോളോൺ എന്ന് പറഞ്ഞാൽ സന്ദർശിക്കുക. ടു വിസിറ്റ്. എക്സാമ്പിൾ എന്താ? വി കോൾഡ് ഓൺ അവർ ടീച്ചർ യെസ്റ്റർഡേ. അപ്പോൾ കോൾഡ് ഓൺ എന്ന് പറഞ്ഞാൽ കോൾഡ് ഓൺ എ പേഴ്സൺ, ഒരാളെ സന്ദർശിക്കുന്നതിന് കോൾഡ് ഓൺ എന്നും, കോൾഡ് അറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു വിസിറ്റ് എ പ്ലേസ്. ഓക്കെ, ടു വിസിറ്റ് എ പേഴ്സൺ ആകുമ്പോൾ കോൾഡ് ഓൺ ആവും. ടു വിസിറ്റ് എ പ്ലേസ് ആകുമ്പം അത് കോൾഡ് എറ്റ് ആയിരിക്കും. ഓക്കെ, വി കോൾഡ് ഓൺ അവർ ടീച്ചർ യെസ്റ്റർഡേ. ഞങ്ങളുടെ ടീച്ചർ എന്ത് ചെയ്ത്? ഇന്നലെ വിസിറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. ഫ്രേസൽ വെർബ്സ് ആണ്. ഓക്കെ, ഫ്രേസൽ വെർബ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ നല്ല വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് കൂടുതലും ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഷോർട്സ് ഒക്കെ പോയിട്ട് കാണാം കേട്ടോ. എല്ലാ വീഡിയോസും പോയി കാണാം. ഈ ചാനൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും മാറ്റി വരുത്താനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താ ഈ വീഡിയോൻ്റെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.